ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് പ്രൊമോ വന്നിരിക്കുകയാണ്. വരുന്ന എപ്പിസോഡുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അടിപൊളി എപ്പിസോഡാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കോടതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുനാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, തെളിവും കാര്യങ്ങളുമായിട്ട് ശാലിനിയൊന്നും വന്നിട്ടില്ലാത്തതിൻ്റെ അർജുനെ അവരിങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്നു. അർജുനൊന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ജഡ്ജി പറയുകയാണ് ഇനിയിപ്പം ഒന്നും പറയാനില്ലല്ലോ, അതുകൊണ്ട് ഫൈനൽ വിധി പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനുമാണ് ശാലിനി വരുന്നത്. തെളിവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വരികയാണ്. അതൊക്കെയെന്ന് പറയാൻ ശരിക്കും സ്ക്രീനിൽ കാണുമ്പോൾ അടിപൊളി സംഭവമാണ്. ശരിക്കും അവിടെ സ്ക്രീനിൽ തന്നെ കാണേണ്ടതാണ്. അപ്പോഴേക്ക് ഈ തെളിവുണ്ടെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും മധുശ്രീയും ചന്ദ്രബോസും മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി എന്ത് തെളിവ് കൊണ്ട് വരാനാണ്, കാർത്തിക മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ഗുണ്ടകൾ വിളിച്ച് പറഞ്ഞേക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എഴുതിയിരിക്കുക. 15 ദിവസത്തിനുള്ളിൽ കാർത്തികയെ ജീവനോട് കൊണ്ടുവരാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ തെളിവായ കാർത്തികയെ ജീവനോടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാർത്തികയെ കാണുമ്പോൾ ചന്ദ്രബോസും മധുശ്രീയൊക്കെ ഇങ്ങനെ ഞെട്ടുവാണ്. സത്യം പറഞ്ഞാൽ അവർ ഒട്ടുമേ പ്രതീക്ഷിക്കുന്നില്ല. മരിച്ചു, പോയി കിണറ്റിൽ വീണ് മരിച്ചെന്നുള്ള രീതി പറഞ്ഞതാണല്ലോ. അത് അപ്പോഴേക്കും ഗുണ്ടകൾ പറഞ്ഞ് വിശ്വസിച്ചവരിയ്ക്കുകൊണ്ട് ഒട്ടുമേ പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത്ര വലിയ വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കാർത്തികയെ കണ്ടിങ്ങനെ കണ്ണും തള്ളി നിൽക്കുവാണ് അവർ. പിന്നീട് കാർത്തിക കൂട്ടിലേക്ക് കയറി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. താൻ വിഷ്ണുവിനെ കണ്ടെത്തിയ ആ സാഹചര്യവും സത്യാമ്മയുടെ വീട്ടിൽ വന്നതും അതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം പറയുവാണ്. അപ്പോൾ ഹർഷനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നും അങ്ങനെയുള്ള കാര്യം അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളും മൊത്തം കാര്യങ്ങളും കാർത്തി ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെ പറയുന്നുണ്ട്. മധുശ്രീയുടെ ആവശ്യത്തിന് വേണ്ടി കാർത്തിയെ അവിടെ നിർത്തുമായിരുന്നെന്നും ഹർഷൻ വേറെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കാർത്തിയെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഇതൊക്കെ മധുശ്രീ പറഞ്ഞ നുണകളായിരുന്നെന്നും പിന്നീട് വിവാഹ മണ്ഡപത്തിൽ വെച്ച് വിഷ്ണുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഈ കല്യാണത്തിന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ആ ഒരു സമയത്തുണ്ടായ സംഭാഷണം ഷൂട്ട് ചെയ്തതൊക്കെ മധുശ്രീ ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അത് മനസ്സിലാക്കിയ കാർത്തികയെ പിന്നീട് ഫ്ലവർ വൈസ് കൊണ്ട് തലക്കടിക്കുകയും അതിനുശേഷം മധുശ്രീയുടെ ഗുണ്ടകൾ ചാക്കിക്കെട്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും മധുശ്രീയും ചന്ദ്രബോസും കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുവാണ്. ഈ കഥകളെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്തായാലും താങ്കൾ രണ്ടുപേരും പെട്ടു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അതിനേക്കാളും വലിയൊരു കാര്യം വരുന്നത്. വിഷ്ണുവിന് ജയിലിൽ വെച്ച് ചോറിനകത്ത് വിഷം കലക്കി കൊടുത്തത് മധുശ്രീ ചന്ദ്രബോസോടാണെന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ കാർത്തിക പറയാണ്. അപ്പോഴത്തേക്കും മധുശ്രീ പറയുകയാണ് ഇതെന്തോ എല്ലാവരും ഇങ്ങനെ ഓർക്കും ഇതെങ്ങനെ സംഭവം. മധുശ്രീ തന്നെ ഒരു ദിവസം എന്ന് കാർത്തികയോട് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ വിഷം കൊടുത്തു, ഒരു സംഗീതത്തിൽ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ വിഷം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. അന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് പറഞ്ഞത് തന്നെ ഇപ്പോൾ വിനിയായിട്ടിരിക്കുക. അപ്പോഴേക്കും ഇതിന് തെളിവ് വല്ലതും ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനാണ് ശാലിനി വന്ന് തെളിവ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും ശാലിനി ആ വീഡിയോ കാണിക്കുന്നുണ്ട്. അവിടെ ചന്ദ്രബോസ് ചോറിനകത്ത് വിഷം കലക്കുന്ന ഒരു വീഡിയോ ഒരു പോലീസുകാരനെടുത്ത് ശാലിനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രബോസിനും മധുശ്രീക്കും നല്ല ശിക്ഷ കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ട്. ചന്ദ്രബോസിന് സസ്പെൻഷൻ കൊടുക്കുകയും മധുശ്രീക്കും നല്ല ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് കോടതി പറയുന്നുണ്ട് കുറ്റാരോപിതനായ വിഷ്ണുവിനെ നിരപരാധികം വിട്ടയക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം വിഷ്ണുവിനെ ജയിലിലേക്ക് എന്നുള്ള രീതിയിലിരുന്ന വിഷ്ണുവിനെ ഇത്ര